ഈ സോങ്സ് വഴി മെസ്സേജ് കൺവേ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു ഇപ്പം സ്പിരിച്വൽ സ്പീച്ച് ചെയ്യുന്നുണ്ടല്ലോ അതുവഴി മെസ്സേജ് കൺവേ ചെയ്യുന്നതാണോ കൂടുതലും ഓഡിയൻസിലിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്? അല്ല, ഇത് സ്വാഭാവികം തന്നെ, അത് സോങ്സ് തന്നെയാണല്ലോ. കാരണം സ്പീച്ച് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് ഒരു അതിന് ഫ്രെയിം ഉണ്ടാവും, ഒരു നിശ്ചിത അവരോടായിരിക്കുമല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനും അതൊരു സംസാരിക്കുന്ന ആശയങ്ങൾ അത് ആ കൂട്ടായ്മ സംശീകരിച്ചെടുക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ സംഗീതം അതുപോലെയല്ല. സംഗീതം ഏത് വ്യക്തിയെയും അവരറിയാതെ അവരുടെ ഉള്ളിലെ ഗ്രസിക്കും. ഇപ്പം വെറുതെ നീ എൻ്റെ ഓമനക്കുട്ടൻ, നീ എൻ പൊന്നോമനക്കുട്ടൻ, കരയരുതേ നീ കരയരുതേ, എൻ മകനെ നീ കരയരുതേ. കിട്ടിയത് ഓഡിയൻസിലോട്ട്. ഇതെൻ്റെ കൂട്ടുകാരൻ എഴുതി പാട്ടാ കേട്ടോ. സാബു ആരക്കുഴ എന്ന് പറയുന്നൊരു സുഹൃത്ത് എഴുതിയതാണ്. ഈ പാട്ട് ആദ്യം കേട്ടത് ഞാൻ കരഞ്ഞു പോയി. അതെ, എനിക്കും അത് ഫീൽ ചെയ്തു. അപ്പോൾ അത് ഒന്നാലോചിച്ച്, ഒരു വെറുതെ ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഇത് ഒരു മറ്റൊരു കമ്മ്യൂണിറ്റിയില്ല സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് വെറുതെ ഒരു സമ്മേളന ഗ്രൗണ്ടിൽ ഒരു പാട്ട് വയ്ക്കുക. ഇത് വെറുതെ ഏതെങ്കിലും മൂലയിൽ തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട് പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് വീണ്, നീ എൻ്റെ ഓമനക്കുട്ടൻ, നീ കരയല്ലേ എന്ന് പറയുന്ന ഒരു സാന്ത്വനം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ആഴം നിസ്സാരമാണോ? ഭയങ്കര പവർഫുൾ ആണ്. ഒരു വിഖ്യാതമായ വചനമുണ്ട്, ഒരു സെയിന്റ് പറഞ്ഞതാണ്, സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞതാണ്, ഒരു മടങ്ങ് പാടുന്നവൻ ഇരുമടങ്ങ് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 മടങ്ങ് പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ഒരു പാട്ട് പാടിയാൽ. അങ്ങനെയാണ് അതിൻ്റെ